നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നമ്മളിന്ന് പ്രധാനമായും കൊടുക്കുന്ന രണ്ട് വാർത്തകളാണ്. നമ്മുടെ സാഹിത്യകാരൻ AP കളക്കാടിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താനുള്ള അവാർഡ് ദാന ചടങ്ങാണെന്ന്. തീർച്ചയായിട്ടും വലിയ ക്ലാസ്സുകളും അനുസ്മരണ പ്രഭാഷണങ്ങളും ഒക്കെ അത് താത്വികമായിട്ട് വളരെ വലുതാണ്. അതിൻ്റെ അധ്യക്ഷനൊക്കെ പറയുന്നത് നല്ലതാണ്. നമ്മൾ ബദലുകൾ വേണം. ആര് പറയുമ്പോൾ നമ്മൾ ജാതി, മതം, വർണ്ണം, വർഗീയതയെ എല്ലാം മാറ്റി നിർത്തി ഒരു ജനാധിപത്യ സമൂഹത്തിലേക്ക്, ഒരു സമത്വസുന്ദര ലോകം തീർക്കാനായിട്ട് അടിസ്ഥാനപരമായി വേണ്ടുന്നത് ഇപ്പം നമ്മൾ ഏകതാ സമ്മേളനങ്ങളും അതുപോലെയുള്ള ജാതി സംഘടനകളും അവരെല്ലാം ഒത്തുകൂടുമ്പോൾ അതിനെ തകർക്കണമെങ്കിൽ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബദൽ സംവിധാനമാണ്. ആര് ചെയ്യും? ഈ പ്രസംഗിക്കുന്നവരൊക്കെ, ഈ ക്ലാസ് എടുക്കുന്നവരൊക്കെ, അവരൊക്കെ എത്രത്തോളം അവരുടെ നിത്യജീവിതത്തിൽ ഇത് പാലിക്കുന്നു? തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പുരോഗമനക്കാര് ഈ ദേവാലയങ്ങളുടെ, അത് മുഴുവൻ മതങ്ങളുടെയും, ഇന്ന മതം ഒന്നും വ്യത്യാസമില്ല, മുഴുവൻ മതങ്ങളുടെയും അവരുടെ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റി ഭാരവാഹികളും ഒക്കെ ആകുകയും അവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും ചിലപ്പം നമ്മൾ പറയുന്ന ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ അമരത്തിരിക്കുകയും ചെയ്യുന്ന രീതികളുണ്ട്. അവരൊക്കെ നാളെ മാറും മറ്റന്നാൾ മാറും എന്നല്ല, ഇതൊരു നല്ല പ്രവണതയല്ല. അതുകൊണ്ട് ഈ പ്രസംഗം മാത്രമേ നടക്കൂ. തീർച്ചയായിട്ടും അവിടെ വന്നിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി പോലും നിങ്ങളുടെ പ്രസംഗം കേട്ട് മാറത്തില്ല. നിങ്ങൾ മാറുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം അവർ പരിശോധിക്കും. അതുകൊണ്ട് പറയുന്നവർ കുറച്ചുകൂടി ജാഗ്രതയോടെ സമൂഹത്തോട് കുറച്ചുകൂടി സത്യസന്ധത കാണിക്കണം എന്നാണ് നാട്ടുവട്ടത്തിൻ്റെ ആഗ്രഹം. രണ്ടാമത്തത്, MLAയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊല്ലത്ത് പോയി കുണ്ടറ നിയോജകമണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം എന്ന ആവശ്യമായി MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും കൂടി പോയി ഒരു ധർണ നടത്തി. നല്ല കാര്യം. പക്ഷെ ഒപ്പം നമ്മുടെ പ്രദേശത്ത് ഇപ്പം ഞാങ്കട കൂടിയുള്ള പദ്ധതിയുണ്ട്. പിന്നെ നമ്മുടെ പെന്നാട് പഞ്ചായത്ത്, അങ്ങനെ പല പഞ്ചായത്തുകളിലും കുഴൽക്കിണറുകളിലെ എല്ലാം സാങ്ഷനായി കിടക്കുന്നുണ്ട്. മുഴുവൻ പരിശോധനകൾ നടത്തിയത് ഒരു ടെൻഡർ ചെയ്യുക, അത് കുഴിക്കുക എന്നുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉള്ളതുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി കുറച്ചുകൂടെ ജാഗ്രതയും ശ്രദ്ധയും ഈ ജനപ്രതിനിധികളും MLAയും പുലർത്തണം. അതാണ് കുറച്ചുകൂടെ പ്രായോഗികം. ഇത് ഒരുമാതിരി കണ്ണിൽ പൊടി ഇടുന്ന പണിയാണ് എന്നാണ് നാട്ടുവട്ടത്തിന്റെ അഭിപ്രായം. വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,475 രൂപ, പവന് 1,15,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. കുടിവെള്ളത്തിന് നെട്ടോട്ടം. MLAയുടെ നേതൃത്വത്തിൽ ജലവിഭവ വകുപ്പ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കുണ്ടറ നിയോജകമണ്ഡലത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് ശാസ്ത്രീയ പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് PC വിഷ്ണുനാഥ് MLAയുടെ നേതൃത്വത്തിൽ കൊല്ലം വാട്ടർ അതോറിറ്റി ഓഫീസ് പടിക്കൽ ധർണ നടത്തി. നിലവിലുള്ള കുടിവെള്ള പദ്ധതികളിൽ നിന്ന് കുടിവെള്ളം ലഭിക്കാത്തതും ഞാങ്കടവ് പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതും പ്രദേശത്തെ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ്. ഇതിന് പരിഹാരം തേടിയായിരുന്നു ധർണ. ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം, DCC ജനറൽ സെക്രട്ടറി രഘു പാണ്ഡവപുരം, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, നാസിമുദ്ദീൻ ലബ്ബ, രാജു D പണിക്കർ, നൗഫൽ മാമൂട്, പെരുമ്പുഴ ഗോവൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ധർണയിൽ പങ്കെടുത്തു. ആ വിഷയങ്ങളെ പറ്റിയും നടന്ന കാര്യങ്ങളെ പറ്റിയും പ്രിയപ്പെട്ട MLA PC വിഷ്ണുനാഥ് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അഭിവാദ്യങ്ങൾ. PSന്റെ നേതാക്കന്മാർ വളരെ ചുരുങ്ങിയ അറിയിപ്പിനുള്ളിലൂടെ എത്തിച്ചേർന്ന എല്ലാ ജനപ്രതിനിധികളെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഫൈസൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ്. എല്ലാ പഞ്ചായത്തിലും നിരവധി തവണ നിരവധി രൂപത്തിൽ ഇവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമം നടത്തി. ഉറപ്പുകളുണ്ടായി. ആ ഉറപ്പുകളൊക്കെ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു കുത്തിയിരിപ്പ് പ്രതിഷേധ സമരം നമുക്ക് നടത്തേണ്ടി വന്നത്. സൂപ്രണ്ടിങ് എഞ്ചിനീയറുമായിട്ടും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുമായിട്ടും വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാര്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാര്, നമ്മുടെ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാക്കന്മാര്, അവരെല്ലാവരും ഓരോ പഞ്ചായത്തിലെയും ഏതേത് മേഖലയിലാണ്
കുടിവെള്ളക്ഷാമത്തിന്റെ പ്രശ്നമുള്ളത് എന്ന കാര്യം വളരെ വിശദമായി തന്നെ ആ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായ നടപടികൾ ഉണ്ടാകും എന്ന ഉറപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അവർ നടപ്പിലാക്കും. ഇതുകൂടാതെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു മീറ്റിംഗ് കൂടി ഒരാഴ്ചക്കുള്ളിൽ വിളിച്ചു ചേർക്കും എന്ന് കൂടി ലഭിച്ച ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സമരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. വ്യാപാര കരാറിലൂടെ ഇന്ത്യയെ മോഡി ഇരുട്ടത്ത് നിർത്തുന്നു. മന്ത്രി KN ബാലഗോപാൽ. AP കളക്കാട് സ്മാരക പുരസ്കാരം PN ഗോപികൃഷ്ണന് സമർപ്പിച്ചു. എല്ലാ ജനാധിപത്യ മര്യാദകളും ലോക നിയമങ്ങളെയും അട്ടിമറിക്കുന്ന അമേരിക്ക പ്രഖ്യാപിച്ച വ്യാപാര കരാറിലൂടെ മോഡി ഇന്ത്യയെ ഇരുട്ടത്ത് നിർത്തുകയാണ്. ഇവിടെ നീതിയും നിയമവും ഒക്കെ അട്ടിമറിക്കപ്പെടുകയാണ്. ഇന്ത്യ എങ്ങനെയാകുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണെന്നും ധനമന്ത്രി KN ബാലഗോപാൽ AP കളക്കാട് അനുസ്മരണ സമ്മേളനവും സാംസ്കാരിക സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. AP കളക്കാട് സ്മാരക പുരസ്കാരം മന്ത്രി കവി PN ഗോപികൃഷ്ണനെ സമ്മാനിച്ചു. പ്രൊഫസർ VN മുരളി അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ MM നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ തകർന്ന പള്ളിയാണ് വലിയ പള്ളി എന്ന പുരസ്കാര കൃതി പരിചയപ്പെടുത്തി. KSFE ചെയർമാൻ K വരദരാജൻ, കവി ചവറ KS പിള്ള, പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, പൂക്കാസ ജില്ലാ പ്രസിഡന്റ് ബീന സജീവ്, കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, പൂക്കാസ നെടുമ്പത്തൂർ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേന്ദ്രൻ കടക്കോട്, കർഷക സംഘം ഏരിയ പ്രസിഡന്റ് സന്ദീപ് വിശ്വംഭരൻ, പൂക്കാസ ജില്ലാ കമ്മിറ്റി അംഗം R പ്രഭാകരൻ പിള്ള എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ J രാമാനുജൻ സ്വാഗതവും കൺവീനർ ഷമ്മി പ്രഭാകർ നന്ദിയും പറഞ്ഞു. പുരസ്കാര ദാന ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ കവി സമ്മേളനത്തിൽ കവി അരുൺകുമാർ അന്നൂർ അധ്യക്ഷത വഹിച്ചു. നൌഷാദ് പത്തനാപുരം, M സംഗ്, ശശിധരൻ കുണ്ടറ, ഗണപൂജാരി, അജയൻ കൊട്ടറ, ശാസ്താംകോട്ട ഭാസ്, അഞ്ചൽ ദേവരാജൻ, നജ ഹുസൈൻ, രാകേഷ് സത്യൻ, ഫില്ലീസ് ജോസഫ്, രാജൻ താനിക്കൽ, അജീഷ് S, ശശി, ഇടമുളയ്ക്കൽ ബാലകൃഷ്ണൻ, KN കുറുപ്പ്, അപ്സര ശശികുമാർ എന്നിവർ സ്വന്തം കവിതകൾ ചൊല്ലി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് ലഭിച്ച മലപ്പുരയാട്ടം എന്ന നൃത്തകലാരൂപം പുത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ചു. വളരെ സീരിയസ് ആയ ലോകത്തിലെ ഒരു ട്രാൻസിഷന്റെ ഘട്ടമാണ്. ആ ട്രാൻസിഷൻ ഇക്കണോമിക് ക്രൈസിസ് കൊണ്ടുണ്ടാകുന്ന അമേരിക്കയുടെ വിജ്ഞാനത്തിന്റെ കാലത്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉൾപ്പെട്ട ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുകൾ എന്താണെന്ന് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ ആ വ്യാപാര കരാറിന്റെ ഭാഗമായി വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ നമ്മുടെ നിലവിലുള്ള ഡെമോക്രസിയെയും നിലവിലുള്ള സിസ്റ്റത്തിലൊന്നും നിലനിർത്താൻ സാധിക്കുന്നതല്ല. അത് വലിയ അപകടത്തിലേക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് രണ്ടാമത്തെ മഹായുദ്ധത്തിന്റെ കാലത്തോ മൂന്നാമത്തെ മഹായുദ്ധത്തിന് ശേഷമുള്ള കാലത്തോ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ഇല്ലായ്മയുടെ, ഒരു നിയമമില്ലായ്മയുടെ, ലോലെസ്നെസിന്റെ, മൂല്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ലോകം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ വലിയ മൈതാനത്ത് അടിമകളാന്ന് പറയുന്ന ആളുകളെ സിംഹത്തിൽ കണ്ണിക്ക് വെറുതെ കൊടുത്ത് അവരുമായി ആക്രമണം നടത്തുമ്പോൾ കൈയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള മനുഷ്യരുടെ തലത്തിലേക്ക് ലോകം എത്തുന്നതിന്റെ ഒരു റിവേഴ്സ് പ്രോസസ്സാണ് ലോകത്ത് നടക്കുന്നത് എന്നത് ചില ഉദാഹരണങ്ങളാണ്. ഇത് കൂടുതൽ
എഴുതേണ്ടി വരും, ചർച്ച ചെയ്യേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ലോകത്ത് ഉണ്ടാകുന്ന ഈ റിവേഴ്സ് വളരെ അപകടകരമായ സ്ഥലത്തേക്ക് അതിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം കവർ ചെയ്ത് മുന്നേറും. ഇനി അടുത്ത ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതൊന്നും അങ്ങനെ അല്ല എന്ന് ചിന്തിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. അവിടെയാണ് സാഹിത്യം, സംസ്കാരം, എഴുത്ത് തലമുറകളെ അതിജീവിച്ച് മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങളാണ്. ഇന്നത്തെ ഒരു ആധുനിക മുതലാളിത്ത ലോകത്തെ പോലെ പേറ്റന്റ് റൈറ്റ് ഉള്ള ഒന്നല്ല കവിത. അത് ഒരു ലാഭമുണ്ടാക്കാനുള്ള ഉൽപ്പന്നവുമല്ല. അതുകൊണ്ട് എഴുതപ്പെട്ട കവിതയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നതിൽ ഒരു ഭാഗം മാത്രമേ എഴുത്തുകാരന് അത് അവശേഷിക്കുന്നുള്ളൂ. കാരണം ഈ കവിത എഴുതുമ്പോൾ ഈ വാക്കുകൾ ആരാണ് നമുക്ക് തന്നതെന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ കവിതയുടെ വാക്കുകൾ കവി കണ്ടുപിടിച്ചതാണ് അല്ലല്ലോ. അത് ഒരുപാട് ജനങ്ങൾ അവരുടെ ജീവിതം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വാക്കുകളാണ്. അതൊരു പ്രത്യേക രീതിയിൽ അടക്കി വയ്ക്ക് മാത്രമേ കവി ചെയ്യുന്നുള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് ഈ പുരസ്കാര വേദിയിൽ ഇങ്ങനെ ഭയങ്കര അഭിമാനത്തോടെ ഞാൻ രചിച്ച കവിതയാണ് ഇത്, അത് സമ്മാനം കിട്ടുന്നു എന്നൊക്കെ അങ്ങനെ വലിയ തരത്തില് അങ്ങനെ നിൽക്കാൻ മനസ്സിലെന്തോ ചോദിക്കാൻ. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meet, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimudikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. സ്വദേശാഭിമാനി കേസരി പുരസ്കാരവും സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങളും 2021-22 വർഷങ്ങളിലെ ഫോട്ടോഗ്രാഫി പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. പത്രപ്രവർത്തനം സമൂഹത്തെ പുനർനിർമ്മിക്കാനുള്ള ഉപാധിയാണെന്ന് വിശ്വസിക്കുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണനുടെയും കേസരി ബാലകൃഷ്ണനുടെയും പാരമ്പര്യത്തിന് ഇന്നത്തെ മാധ്യമങ്ങൾ അകലുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമ പ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരവും സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങളും 2021-22 വർഷങ്ങളിലെ ഫോട്ടോഗ്രാഫി പുരസ്കാരങ്ങളും സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം മാധ്യമ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. മുതലാളിക്ക് ലാഭത്തിലാണ് കണ്ണ്. ലാഭമുണ്ടാക്കാനുള്ള തന്ത്രപ്പാടിൽ മൂല്യ വിചാരങ്ങൾക്ക് ശോഷണം വന്നു. നവോത്ഥാന കാലത്ത് പത്രങ്ങൾ തന്നെ പൊരുതി പരാജയപ്പെടുത്തിയ ആശാസ്യമല്ലാത്ത പ്രവണതകളെ പുതിയ കാലത്ത് മാധ്യമങ്ങൾ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതിയായി. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആശയപ്രചാരകരായി പ്രധാന പത്രങ്ങളൊക്കെ മാറുന്ന അവസ്ഥയായി. ജ്യോതിഷവും മഷിനോട്ടവും ചാത്തൻ സേവയും ഇവയെല്ലാം മാധ്യമങ്ങളിൽ സ്ഥാനം പിടിച്ചു. ആഗോളവൽക്കരണ കാലമായപ്പോൾ പത്രമുതലാളിത്തത്തിൽ നിന്ന് മാധ്യമ കോർപ്പറേറ്റുകളിലേക്ക് വളർന്നു. കോർപ്പറേറ്റുകളാവട്ടെ ആഗോള മൂലധനത്തിൻ്റെ വക്താക്കളുമാണ്. ആഗോള മൂലധന വക്താക്കൾ അധികാര സംവിധാനങ്ങളായി ചങ്ങാത്തത്തിലുമാണ്. ഈ കോർപ്പറേറ്റ് ഭരണചങ്ങാത്തം മൂലധന താല്പര്യത്തിനൊപ്പം രാഷ്ട്രീയ താല്പര്യവും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായി. അതിൻ്റെ കെടുതികളാണ് നാം ഇന്ന് കാണുന്നത്. വാച്ച് ഡോഗ് എന്നത് മാറി ലാബ് ഡോഗ് ആയി എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം
പരമമായ സത്യമാണെന്ന ധാരണ ഉപേക്ഷിക്കണം. കഴിഞ്ഞ 10 വർഷത്തോളമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുതകളായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇതിന് തെളിവാണ്. രാഷ്ട്രീയ നേതാക്കൾ എന്തു പറഞ്ഞാലും എന്ത് ദുരാരോപണങ്ങൾ ഉന്നയിച്ചാലും അതിൻ്റെ ന്യായ അന്യായങ്ങളെപ്പറ്റി ലേശം ചിന്തിക്കാതെ ഗവൺമെൻറ്റിനെ ആക്രമിക്കുന്ന പ്രവണതയുണ്ട്. വ്യാജ ആരോപണങ്ങൾ കോടതിയിൽ അസത്യമെന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ സത്യം പറയാനോ ഭൂരിപക്ഷം മാധ്യമങ്ങളും തയ്യാറല്ല. രാഷ്ട്രീയ നിരീക്ഷകർ, സാമൂഹ്യ നിരീക്ഷകർ എന്നെല്ലാമുള്ള പേരുകളിൽ ചാനൽ ചർച്ചകൾ നിറയുന്നവരൊക്കെ സർക്കാരിനെ അധിക്ഷേപിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് വരുന്നു. ഇത്തരക്കാർക്കെല്ലാം മാധ്യമങ്ങൾ വലിയ സ്വീകാര്യതയും നൽകുന്നുണ്ട്. ഉത്തരേന്ത്യൻ പത്രപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുകയാണ് പല മാധ്യമ പ്രവർത്തകരും. ജയിലിലായവർ വരെയുണ്ട്. ഇത്തരമൊരു കലുഷ കാലത്താണ് കേരള സർക്കാർ പത്രപ്രവർത്തകരെ ആദരിക്കുന്നത്. ഇവിടെ പുരസ്കാരം സ്വീകരിക്കുന്നവരിൽ സർക്കാരിൻ്റെ അതിനിശ്ചിത വിമർശകർ പോലുമുണ്ട്. വിമർശനത്തെ ഭയക്കാതെ ഒരു സർക്കാരാണിത് എന്നതുകൊണ്ടും സ്വതന്ത്ര പത്രപ്രവർത്തനത്തിൽ വിമർശനം വേണ്ടത് തന്നെയാണ് എന്നുള്ളതുകൊണ്ടും അവാർഡ് നിർണയ കാര്യങ്ങളിൽ സർക്കാർ രാഷ്ട്രീയമായി ഇടപെടാറില്ല. അവാർഡുകൾക്ക് അടിസ്ഥാനം മെറിറ്റ് മാത്രമാകണം എന്ന നിർബന്ധവും സർക്കാരിനുണ്ട്. ജനങ്ങൾ അറിയേണ്ടത് ജനങ്ങളെ അറിയിക്കുക എന്ന ചുമതല കൂടി പത്രപ്രവർത്തകർക്കുണ്ട്. വികസന കാര്യങ്ങളെ സമ്പൂർണ്ണമായി തമസ്കരിക്കുകയും അത്തരം കാര്യങ്ങൾ ജനങ്ങൾ അറിയാൻ പാടില്ലെന്ന നിലപാട് എടുത്തുകൊണ്ട് അടിസ്ഥാനരഹിതമായി പോലും വിമർശിക്കുകയും ചെയ്യുന്ന രീതി സ്വദേശാഭിമാനിയുടെയും കേസരിയുടെയും പൈതൃകത്തിന് നിരക്കുന്നതല്ല. സ്വാതന്ത്ര്യവും ജനാധിപത്യവും പൗരാവകാശവും അന്യമായിരുന്ന കാലത്ത് രാജഭരണത്തിൻ്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടിയവരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും കേസരി ബാലകൃഷ്ണപിള്ളയും. അധികാര ശാസനങ്ങളോടുള്ള ഏറ്റുമുട്ടലായിരുന്നു അവരുടെ പത്രപ്രവർത്തനം. അഴിമതിയെയും ദുരധികാരത്തെയും എതിർത്തതിൻ്റെ പേരിലാണ് സ്വദേശാഭിമാനിയെ നാടുകടത്തിയത്. രാജ്യത്തെ രാജഭക്തിയിൽ നിന്ന് വേർതിരിച്ച് ആധുനിക രാഷ്ട്രസങ്കല്പത്തിന് രൂപം കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. സ്വദേശാഭിമാനിയുടെ പന്ഥാവിൻ്റെ തുടർച്ചയായി നിഷ്പക്ഷവും നിർഭയവുമായി കാര്യങ്ങളെ വിമർശിച്ച കേസരി ജാതി വ്യവസ്ഥയ്ക്കെതിരെയും പിന്നോക്കക്കാരുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി പത്രം പൂട്ടിക്കെട്ടേണ്ടി വന്നിട്ടും പോരാട്ടം തുടർന്നു. സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്താൽ ആദരിക്കപ്പെടുന്ന മലയൻകീഴ് ഗോപാലകൃഷ്ണൻ പതിറ്റാണ്ടുകളുടെ പത്രപ്രവർത്തന പശ്ചാത്തലമുള്ളയാളാണ്. അദ്ദേഹം കേരള ചരിത്രത്തെ സമകാലിക കാര്യങ്ങളുമായി ചേർത്തുവെച്ച് അവഗ്രഥനം നടത്തുന്നതിൽ ഗവേഷണാത്മകമായ ശ്രദ്ധ ചെലുത്തി പോരുന്ന വ്യക്തിയാണ്. മലയാള പത്രപ്രവർത്തന രംഗത്ത് അത്യപൂർവമായ ഒരു സവിശേഷ രീതിയാണ് അദ്ദേഹം അനുവർത്തിക്കുന്നത്. കേരള രാജ്യം മുതൽ മാതൃഭൂമി വരെയായി നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ ജോലി ചെയ്തിട്ടുള്ള ഇദ്ദേഹം പത്രപ്രവർത്തനത്തിലെ വസ്തുനിഷ്ഠതയ്ക്ക് എന്നും ഊന്നൽ നൽകി. ഊഹാപോഹങ്ങളിൽ ആയിക്കൂടാ വാർത്തകൾ എന്ന കാര്യത്തിൽ വലിയ നിഷ്കർഷത പുലർത്തി. ചരിത്രത്തിലെ സൂക്ഷ്മമായ അറിവുകൾ ആധുനിക രാഷ്ട്രീയ കാര്യങ്ങളുമായി ചേർത്ത് വെച്ച് അവതരിപ്പിക്കുന്ന പുതുമയുള്ള ഒരു പത്രപ്രവർത്തന ശൈലി ആവിഷ്കരിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു പത്രപ്രവർത്തക പ്രതിഭയെ ആദരിക്കുന്നതിൽ സർക്കാരിന് പ്രത്യേകമായ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹത്തോടൊപ്പം വിവിധങ്ങളായ പുരസ്കാരങ്ങൾക്ക് അർഹരായ ഇതര മാധ്യമ അവാർഡ് ജേതാക്കൾക്കും മുഖ്യമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. റേറ്റിംഗിനും ബ്രേക്കിങ്ങിനും ന്യൂസ് സംസ്കാരത്തിനും മാധ്യമങ്ങൾ അമിത പ്രാധാന്യം നൽകുന്നത് ആശങ്കാജനകമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കോടതിയേക്കാൾ മുൻപേ വിധി പ്രസ്താവിക്കുന്ന മാധ്യമ വിചാരണകൾ സാമൂഹിക അസ്വസ്ഥതകൾക്ക് വഴിവെക്കുന്നു. മാധ്യമങ്ങൾ സമൂഹത്തിൻ്റെ വികലമാകാത്ത കണ്ണാടിയാകണം. വികസന പ്രവർത്തനങ്ങൾക്കും ക്രിയാത്മകമായ മാറ്റങ്ങൾക്കും മാധ്യമങ്ങൾ അർഹമായ പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ചരിത്ര പ്രാധാന്യമുള്ള ദർബാർ ഹാളിൽ പുരസ്കാരം സ്വീകരിക്കാൻ കഴിഞ്ഞതിലെ സന്തോഷം മുഖ്യമന്ത്രിയിൽ നിന്നും സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ഏറ്റുവാങ്ങിയ മുതിർന്ന മാധ്യമപ്രവർത്തകനും ചരിത്രകാരനുമായ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ പങ്കുവച്ചു. 2024 സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങളും 2021-22 വർഷങ്ങളിലെ സംസ്ഥാന ഫോട്ടോഗ്രാഫി പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു, IPRD അഡീഷണൽ ഡയറക്ടറായ KG സന്തോഷ്, BP പ്രമോദ് കുമാർ, KWJA സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ, ജില്ലാ സെക്രട്ടറി അനുപമ G നായർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAG CVN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. അക്ഷരക്കരോൾ സംഘടിപ്പിച്ചു.
മുളവന JMYMA ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് സദസ്സിൻ്റെ ഭാഗമായി വീടുകളിൽ അക്ഷരക്കരോൾ സംഘടിപ്പിച്ചു. ലൈബ്രറി കുണ്ടറ പഞ്ചായത്ത് സമിതി കൺവീനർ മുളവന രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി B. മധുസൂദനൻ പിള്ള, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TP ജോസഫ്, P. ഷീജ, C. അമ്പിളി, R. സുലജ, A. അനീഷ്, വനിതാവേദി പ്രസിഡന്റ് D. ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. പുനക്കുന്നൂർ ദേശസേവിനി ഗ്രന്ഥശാല, ബാലവേദി, സീനിയർ സിറ്റിസൺ ഫോറം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് സദസ് അക്ഷര കരോൾ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ശ്രീജ ഉദ്ഘാടനം ചെയ്തു. S. മണികണ്ഠൻപിള്ള, K. ബിജു, ഷാഹുൽ ഹമീദ്, K. മദനൻ, S. രാമചന്ദ്രൻ, G. ഉണ്ണികൃഷ്ണൻപിള്ള, അഭിജിത്ത്, ശ്രീധരൻ പിള്ള, രാജശേഖരൻ പിള്ള എന്നിവർ നേതൃത്വം നൽകി. NGO യൂണിയൻ സമ്മേളനം നടത്തി. കേരള NGO യൂണിയൻ കുണ്ടറ ഏരിയ വാർഷിക സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം E. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് A. നബീസ അധ്യക്ഷത വഹിച്ചു. ഏരിയ ജോയിൻറ്റ് സെക്രട്ടറിമാരായ Y. ബിനുമോൾ രക്തസാക്ഷി പ്രമേയവും G. കൃഷ്ണപ്രസാദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി PS. രാജേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ VC. വിജിൽ വാസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ S. ദീപ, സജി ലിയോൺ, B. പ്രേം എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി A. സബീന പ്രസിഡന്റ്, R. മിഥുൽ, അഞ്ജു മോഹൻ വൈസ് പ്രസിഡന്റ്മാർ, PS. രാജേഷ് സെക്രട്ടറി, Y. ബിനുമോൾ, G. കൃഷ്ണപ്രസാദ് ജോയിൻറ്റ് സെക്രട്ടറിമാർ, VC. വിജിൽ ട്രഷറർ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. പ്രാക്കുളം ഗവൺമെൻറ് LP സ്കൂളിൽ മണിപ്പൂരി നൃത്തം. നടന വിസ്മയമൊരുക്കാൻ പ്രശസ്ത നർത്തകൻ ഡോക്ടർ സിനം ബസു സിംഗും സംഘവും സ്ഥലത്തെത്തുന്നു. ഭാരതീയ പൈതൃകവും സാംസ്കാരിക മൂല്യങ്ങളും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന പ്രശസ്ത സന്നദ്ധ സംഘടനയായ സ്പിക് മാക്കെ സംഘടിപ്പിക്കുന്ന മണിപ്പൂരി നൃത്ത പരിപാടി നാളെ ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പ്രാക്കുളം ഗവൺമെൻറ് LP സ്കൂളിൽ നടക്കും. അന്താരാഷ്ട്ര പ്രശസ്തിയാർജിച്ച മണിപ്പൂരി നർത്തകൻ ഡോക്ടർ സിനം ബസു സിംഗ് ആണ് വേദിയിലെത്തുന്നത്. ചരിത്രം കുറിച്ച പ്രതിഭയാണ് ഇദ്ദേഹം. മണിപ്പൂരി നൃത്തരംഗത്തെ അതുല്യ സംഭാവനകൾക്ക് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ പുരുഷ നർത്തകൻ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ കലാകാരനാണ് ഡോക്ടർ സിനം ബസു സിംഗ്. പ്രസാർ ഭാരതി, ദൂരദർശൻ്റെ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം, ICCR എന്നിവയുടെ എംപാനൽഡ് കലാകാരനുമാണ് ഇദ്ദേഹം. പ്രശസ്ത മണിപ്പൂരി പുങ് വാദ്യ കലാകാരനായിരുന്ന ഗുരു സിനം ഗോകുൽ സിംഗിൻ്റെ കൊച്ചുമകനായ ബസു സിംഗ് മണിപ്പൂരിൻ്റെ സമ്പന്നമായ കലാപാരമ്പര്യത്തിലാണ് വളർന്നത്. ഗുരു NTKN സിംഗ്, ഗുരു W ലോകേന്ദ്രജിത്ത് സിംഗ് തുടങ്ങിയ പ്രമുഖരുടെ കീഴിൽ ശിക്ഷണം നേടിയ അദ്ദേഹം ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമിയിൽ നിന്ന് ഡിപ്ലോമയും ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയിൽ നിന്ന് ബിരുദവും ബിരുദാനന്ത ബിരുദവും UGC നെറ്റ് യോഗ്യതയും നേടിയിട്ടുണ്ട്. അമേരിക്ക, റഷ്യ, ജപ്പാൻ, ഓസ്ട്രിയ, തായ്ലൻഡ്, വിയറ്റ്നാം തുടങ്ങിയ നിരവധി വിദേശ രാജ്യങ്ങളിലെ പ്രശസ്തമായ ഫെസ്റ്റിവലിൽ അദ്ദേഹം മണിപ്പൂരി നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. 700-ലധികം ലെക്ചർ ഡെമോൺസ്ട്രേഷനുകളും ശില്പശാലകളും നടത്തിയിട്ടുള്ള ഇദ്ദേഹത്തിന് ശൃംഗാർ മണി, നാട്യശ്രീ, നൃത്താഞ്ജലി പുരസ്കാരം, ശാസ്ത്രീയ സംഗീത രത്ന സമ്മാൻ തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ലബോറട്ടറി എന്ന സംഘടനയിൽ കോറിയോഗ്രാഫറായി പ്രവർത്തിക്കുകയാണ്. സിനം ബസം സിംഗിനോടൊപ്പം 6 അംഗ കലാകാരന്മാരുടെ സംഘവും മണിപ്പൂരി നൃത്തം അവതരിപ്പിക്കാനായി സ്കൂളിലെത്തും. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ ഇപ്പോൾ 26 ഹ്രസ്വചിത്രങ്ങളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ 2022-2026 നമ്മൾ 3ാമത്തെ എഡീഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആദ്യ ചിത്രം അവകാശി നമ്മൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. യൂട്യൂബിൽ ആ സിനിമയുണ്ട്. നിങ്ങളെല്ലാം സിനിമ കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.